ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുള്ളായിട്ട് ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ, അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. നേരം വെളുത്തപ്പോൾ തന്നെ ഞാനൊരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ചെങ്ങാണ്ട് എൻ്റെ ദിവസം അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ നീച്ചതിൻ്റെ കൂടെ തന്നെ മോനും നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മയുടെ ഒക്കത്തോൻ കയറിയിരിക്കുക കാരണം എനിക്ക് നേരത്തെ നീക്കേണ്ടി വന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ട കടമ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ദോശ ആവുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ഇഷ്ട ഭക്ഷണമാണല്ലോ, ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഉണ്ടാക്കാനും. ദോശ ആകുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ എമ്മ കുട്ടിക്ക് അതുപോലെ ദോശ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാനായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ദോശയ്ക്ക് ചട്നിയാണോ, സാമ്പാറാണോ, ചമ്മന്തിയാണോ, എന്താണ് ഉണ്ടാക്കാറുള്ളത് എന്തായാലും താഴ്ന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിടയ്ക്ക് ചട്നിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും അതിന് നിന്നിട്ടില്ല. അപ്പോൾ കുട്ടി സമ്മതിക്കാത്ത കാരണം ഉമ്മാക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കണം, ഞാനാണെങ്കിൽ ഇത്തിരി ഒരു മടിച്ചിയാണല്ലോ, അതുകൊണ്ട് നമ്മളതങ്ങ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഇതാ തലേ ദിവസത്തെ കുറച്ച് പരിപ്പ് കറി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും പരിപ്പ് കറിയും ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചട്നിനോട് വലിയ പ്രിയമല്ല, അത് വിചാരിച്ച് കഴിക്കൂല എന്നല്ല അർത്ഥം, നമ്മൾ കഴിക്കായൊന്നുമില്ല. അപ്പോൾ പരിപ്പ് കറി കണ്ടപ്പോൾ ഞാൻ ആ പരിപ്പ് കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ രാവിലത്തെ ചായ കുടിയും പരിപാടിയും കഴിഞ്ഞു, അവിടുത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള കൂട്ടാനുള്ള അരിഞ്ഞു വെക്കണ പരിപാടിയുള്ളൂ കേട്ടോ. എനിക്ക് ഇമ്മ വെച്ചോളും, ഞാനിങ്ങനെ നുറുക്കി വെച്ചെടുക്കുകയെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പടവലങ്ങ കറിയാണ് വെക്കാനായിട്ട് നിന്നിട്ടുള്ളത്. പരിപ്പിട്ടിട്ട് പടവലങ്ങ കറി തേങ്ങ അരച്ചിട്ട് വെക്കാനാണ് കേട്ടോ. പിന്നെ ഉപ്പേരി ആയിട്ട് നമ്മൾ ക്യാബേജാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാബേജ് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെ ക്യാബേജ് വീട്ടിൽ ഉപ്പേരി വെക്കാറുള്ളത്? ഞങ്ങളിവിടെ ചിലപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിൽ ജസ്റ്റ് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ക്യാബേജ് ഇടും. ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർക്കും, അല്ലെങ്കിൽ വെറും ഉപ്പും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിലരൊക്കെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നത് കാണാം. പിന്നെ ഇതാ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കൽ മീനാണ് കേട്ടോ ഒന്ന് കൂടെ ഉള്ളത്. അപ്പോൾ ഉണക്കൽ മീനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലേശം തേങ്ങ ചിരകിയെടുക്കലാണ് കേട്ടോ അടുത്ത പരിപാടി. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ കുറച്ച് പരിപാടി എൻ്റെ കേട്ടോ, നമ്മൾ മൊത്തത്തിലല്ല, ഇമ്മക്കാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ തേങ്ങ ചിരവലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുക്കള ഡ്യൂട്ടിമെന്ന് കുറച്ച് നേരത്തിനൊന്ന് വിരമിക്കും. ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് നോമ അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങ് കയറും. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ അടുക്കി പെറുക്കി അടച്ച് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ ചിരവിയും കൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു 2-3 കൊതു വല്ലാണ്ട് എൻ്റെ സൗകര്യം കെട്ടിക്കഴിഞ്ഞതും ഒറ്റ ചാകരി ഒന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2-3 മാക്സ് ഒന്ന് തുന്നാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുന്നാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുപോലെ കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. മാക്സിയൊക്കെ റീസ്റ്റിച്ച് ചെയ്യുക, അതുപോലെ ഷേപ്പ് ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. എന്നാൽ ഞാൻ തുന്നൽ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒരു ചുരിദാറൊക്കെ തയ്ക്കും, അതുപോലെ കുട്ടികളുടെ ഷിമ്മീസ് കുഞ്ഞുടുപ്പൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് അധികം തയ്ച്ച് കൊടുക്കാറില്ല. നമ്മൾ സ്വന്തം നമുക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ളത് നമ്മൾ പുറത്ത് കൊടുക്കാതെ സ്വയമേ ചെയ്തെടുക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-9 കൊല്ലമായിട്ടുണ്ടാവും ഈ മെഷീൻ നമ്മളെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നടുപ്പത്തല്ല, അന്ന് ഗ്യാസും വേണം കേട്ടോ. വേഗം വേവണ അരിയിട്ടിട്ട് ഗ്യാസും വേണം വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പരിപ്പ് ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിരങ്ങക്കറി റെഡിയാക്കാനായിട്ടുള്ളത്. പിന്നെ ഇതാ ഉണക്കൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളയാണ് കേട്ടോ, മഞ്ഞപ്പൊടി ഇടാത്തതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ചോറ് ഊറ്റൽ തുടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കൂട്ടാൻ വെക്കാനായിട്ട് ഒരു ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമ്മൾ പുറത്ത് വെച്ചിരുന്നു. അത് ഇതാ പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ മധുരമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക പൊളിച്ചിട്ടും കുറച്ചൊന്ന് തിന്നൽ കഴിച്ചു. എന്നിട്ട് വേഗം തന്നെ അടിച്ചൊരി തുടച്ചിട്ട് ഒരു ചെറിയ കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകാച്ചാൽ വേറെ എങ്ങോട്ടല്ല കേട്ടോ, കൂട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. ഒരു 6 ദിവസത്തെ അഡ്മിറ്റിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു, 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ട് അവനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കുട്ടിനെ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഒരു മീൻ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മീനല്ല, ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ
കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഏതായാലും ഉണക്കൽ മീനുള്ളല്ലോ, അപ്പോൾ മീൻ കണ്ടപ്പോൾ മീൻ കുറേ ദിവസമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നതിന് ശേഷം നമ്മൾ മീനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി കുറേ ആയിരുന്നു മീൻ വേണമെന്ന് പറച്ചിൽ നടത്തിയിട്ട്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മീനായിരുന്നു, പൂമീനോ അങ്ങനെ എന്തോ ഒരു മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയതും വേഗം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മളത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മീനും കൂടി റെഡി ആയപ്പോൾ ഞാൻ ചൂടോട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോറ് വിളമ്പി. പിന്നെ അതാ നമ്മൾ ആ മീനിൻ്റെ മണ്ടയും കൊണ്ട് ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ക്യാബേജ് ഉപ്പേരിയും കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പൂമീൻ എന്നാണ് കേട്ടോ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മീനായിരുന്നു, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മീനും എടുത്തിട്ട് ഞാൻ എന്തായാലും ചോറ് കഴിക്കാനിരുന്നു. എൻ്റെ അമ്മ ആദ്യമേ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഓരിച്ചേക്കും കേട്ടോ. എത്ര ആളുകളുണ്ടോ ആ ആളെണ്ണം വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്ക് ഒരു ഷെയർ ആയിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പടവലങ്ങക്കാർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് പോകണ്ട, നമുക്കത് രാത്രി എടുക്കാം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് ചോറുണ്ണാന്ന് വിചാരിച്ചു. നല്ല ചൂട് ചോറ് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വേറൊരു ലെവൽ ഫീലാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ വല്ല സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്, കമൻറ്റ് ഇടും നോക്കട്ടെ കേട്ടോ ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവിലും ശർക്കരയും തേങ്ങയൊക്കെ പാടെ കുഴച്ചങ്ങാണ്ടുള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ ഉണ്ടാക്കി തന്നു. അപ്പോൾ കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതാ നമുക്ക് നല്ല പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ മീൻകറി കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട് പൂളക്കിഴങ്ങ് നല്ലപോലെ കൊത്തി നുറുക്കി കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ചെയ്യുക കാരണം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കടുകും അതുപോലെ തന്നെ ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ വിളമ്പാൻ തുടത്തി. അപ്പോൾ ഇന്ന് രാത്രിക്ക് ചോറില്ല, പൂള മാത്രം. അപ്പോൾ കുറച്ച് പൂള വിളമ്പി അതിൻ്റെ മേലേക്ക് നമ്മൾ ഉച്ചക്കത്തെ നല്ല മീൻകറി, മീനിൻ്റെ മണ്ടയൊക്കെ കഴിഞ്ഞു കേട്ടോ, കറി മാത്രമേ ഉള്ളൂ. അതും കൂടെ വിളമ്പി ഇന്ന് അതങ്ങോട്ട് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവിടെയാണ് അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.